പറ്റില്ല പറ്റില്ല പറ്റില്ല. ഭാഗ്യവാൻ, എനിക്ക് സന്തോഷമായടാ. എനിക്കാണെങ്കിൽ മുറുക്കാൻകട മുതൽ സകല കടയിലും പറ്റാണ്. നിനക്കെങ്കിലും പറ്റില്ലല്ലോ, സന്തോഷമായി. അയ്യോ, ആ പറ്റിന്റെ കാര്യമല്ല. പിന്നെ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ലെന്ന്. എന്തോന്ന് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ലെന്ന്? അയ്യോ ശാസ്ത്രജ്ഞ, ഒരു റേഷൻ ഏരിയയിലെ വലിപ്പേ ഉള്ളൂ, അവന് കോൺസെൻട്രേഷൻ കിട്ടണില്ലെന്ന്. എന്നെ കളിയാക്കരുത്. ഒരു തുമ്മല് തുമ്മിയപ്പോ തെറിച്ച തെറുപ്പ് കണ്ട ഇവനാണ് എന്റെ കുടലുമാല എടുക്കാൻ വരണത്. അയ്യോ എന്റെ പൊന്നി ചേട്ടാ, ആ ജലപീരങ്കി ഒന്ന് എടുത്ത് മാറ്റി. എന്നാലേ എനിക്ക് എന്തിനു പറയാൻ പറ്റത്തുള്ളൂ. എടാ, നിന്റെ പ്രശ്നം എന്തോന്ന് അത് പറ. ചേട്ടാ, ഇവിടെ ഒരു സിംഹം ഉണ്ടല്ലോ. അത് നീ പറയാതെ എല്ലാവർക്കും അറിയാം, ഞാൻ ഒരു സിംഹമാണ്, സംഗീതത്തിലെ സിംഹം എന്ന് പറ. അയ്യോ, സിംഹമാക്കാൻ പറ്റിയൊരു ചളക്ക്. എനിക്കൊരു സെൽഫി എടുക്കണം കേട്ടാ. എന്ത്, വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കാനാ? അല്ലല്ല, പിന്നെ ഞാൻ ആദ്യമായിട്ടാ ഒരു ഗർഭിണിയായ സിംഹത്തെ കാണുന്നത്. ഇതിന്റെ പൊന്നി ചേട്ടാ, ഇവിടെ നമ്മുടെ ഒരു സിംഹം ഉണ്ടല്ലോ, ഊട്ടി കിടക്കുന്ന നിൽക്കും. അത് ഭയങ്കര ബഹളം. ആ ബഹളം കാരണം എനിക്ക് ഗൂഗിള് വായിക്കാൻ പറ്റുന്നില്ലെന്ന്. എന്തോന്ന്? ഗൂഗിള് വായിക്കാൻ പറ്റുന്നില്ലെന്ന്. നീ മറ്റേ ചുണ്ടത്ത് വെച്ച് ഇങ്ങനെ വായിക്കണം. ആ ഗൂഗിള് നമ്മുടെ 10-30 വർഷമായി ചുണ്ടിൽ വെച്ച് വായിക്കാൻ തുടങ്ങിയിട്ട് ഗൂഗിളന്ന്. എടാ, ഗൂഗിളല്ല, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, ഗൂഗിൾ. മനസ്സിലായോ? ഗൂഗിൾ. നീ മറക്കരുത്. പറ, നിന്റെ പ്രശ്നം പറ. എന്റെ പൊന്നിയേട്ടാ, എനിക്ക് വായിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്തോ തീരുമാനം? എനിക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഞാൻ ഇനി വായിക്കുന്നതല്ല. അങ്ങനെയൊന്നും പറയരുത്, അത് മോശമാണ്, അങ്ങനെ പറയരുത്. അല്ലേ ആറുമുഖ, അത് ഇല്ല, അത് മോശമാണ്. ഇനി ആരൊക്കെ പറഞ്ഞാലും, ഇവര് ഡയറക്ടർ അല്ല, പ്രൊഡ്യൂസർ അല്ല, ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്റെ തീരുമാനത്തിൽ നിന്ന് മാറ്റമില്ല. എടാ, അത് വേണ്ട. ഹലോ, കുറെ നേരം തുടങ്ങണ്ടേ, എപ്പിസോഡ് തുടങ്ങണ്ടേ? നീ പറയാ. ശരി, ഓക്കെ, റെഡി, ആക്ഷൻ. ആക്ഷൻ സാർ. എന്താ ജയചന്ദ്രൻ നിന്ന് കറങ്ങുന്ന, എപ്പിസോഡ് തുടങ്ങണ്ടേ? കുറെ സമയമല്ലോ, ഇന്ന് ലേറ്റ് ആക്കാണ് പരിപാടി. എല്ലാത്തിനും കൂടെ വയ്ക്കണമെന്ന് പറഞ്ഞിട്ട് ഒരുമാരത്തെ പരിപാടി എന്റെ അടുത്ത് കാണിക്കരുത് കേട്ടോ. ജീവിക്കണ്ടേ ചേട്ടാ? Good evening all and welcome to Grand Magical Circus. ഹലോ ഒന്ന് ഛർദിക്കണം. ബാക്ക് സൈഡിലോട്ട് എവിടേക്കെങ്കിലും പോയിട്ടാ? അതല്ല, പിന്നെ ഇവിടെ ഛർദിക്കണമെന്ന്. അവിടെ ഛർദിക്കല്ലേ, ഫ്ലോറല്ലേ? ഇവിടെ ഛർദിക്കാൻ പറ്റില്ല. പിന്നെ അവിടെ ഇരിക്കാൻ പറ്റുമോ? പുറത്തോട്ട് പോയി ഛർദിക്ക്. ഇതാരോട് പറയാൻ? ഇത് പറഞ്ഞോട്. അദ്ദേഹം വിചാരിച്ചതല്ല, ശ്രദ്ധിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങളെ കൂടെ അതാണ് കാര്യം എന്താ അറിയോ? കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത് മത്തങ്ങ അല്ല, ഇതുണ്ടല്ലോ, ഇത് വെള്ളരിക്ക അല്ല, അതുണ്ടല്ലോ, അത് മുരിങ്ങയ്ക്ക അല്ല. ചേട്ടാ, ശ്രീനിവാസനെ പോലെ ശ്രീനിവാസന്റെ ഡയലോഗ് പറയാണോ? ശ്രീനിവാസന്റെ എന്റെ ശബ്ദം തന്നെ. ഇത് എന്റെ ശബ്ദം തന്നെ. അതല്ലെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ അത് ഇതിന്റെ തൊട്ട് പുറയിൽ ഒരു സിംഹത്തിനെ കൊണ്ടുവന്ന് കൂട്ടിനകത്ത് ഇട്ടേക്കുന്നില്ലയോ? സിംഹം. ആ സിംഹം മുരളി. ആ സിംഹം മുരളിയല്ല, അതിന്റെ പേര് ടിൻഡു. അതല്ലെന്ന് ആരോട് പറഞ്ഞ് മനസ്സിലാക്കാന്ന് പറഞ്ഞ. അതല്ല, ആ സിംഹം അവിടെ ടിൻഡു. അതിന്റെ പേരെന്താന്ന് പറഞ്ഞത്? ടിൻഡു മുരളി. ടിൻഡു മുരളിയാ? അതായത് ഈ ടിൻഡു എന്ന് പറയുന്ന സിംഹത്തിന്റെ അച്ഛൻ മുരളി. അപ്പൊ ടിൻഡു മുരളി. ഇതങ്ങ് എഴുതിയെടുത്തു. വേദവാക്യം അതല്ല. ഇത് ആരോട് പറഞ്ഞ് മനസ്സിലാക്കാനായത്? അതല്ലെന്ന് പറഞ്ഞത്. ഈ പുറയിലൊരു സിംഹം വന്ന് കിടപ്പുണ്ടല്ലോ, ഇങ്ങോട്ട് വാ. ഈ സിംഹം ഇവിടെ വന്ന് കിടപ്പുണ്ടല്ലോ, ആ സിംഹം അവിടെ കിടന്നിട്ട് എങ്ങനെ ആക്കുന്നു? അതെന്തേലും കഴിച്ചതായിരിക്കും. എന്റെ പിള്ളേരെ പോറ്റണം, അല്ലെങ്കിൽ പുല്ലെല്ലാം കൂടെ വാരി എടുത്ത് കളഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോയി. അതല്ല, ഇത് ആരോട് പറഞ്ഞ് മനസ്സിലാക്കാനെന്ന് പറഞ്ഞു. അതല്ലെന്ന് പുറകെ ഒരു സിംഹം കിടപ്പില്ലയോ, അത് സംസാരിക്കുന്നെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ഫ്ലോറിൽ കൊണ്ടുവന്ന് അതിനെ സംസാരിപ്പിക്കണം. പരാജയങ്ങൾ തന്നെയാണല്ലോ. അതല്ല, ഇതൊന്നും പറഞ്ഞു കൊടുക്കണ ആരല്ലോ. ഇത് ഇതിന്റെ സിംഹം കിടന്നോണ്ട് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കത്തില്ലേ? ഒന്നും ശബ്ദം ഉണ്ടാക്കത്തില്ലയോ? സിംഹം അലർച്ച. ഇങ്ങനെ ഞാൻ നോക്കിയോ? അതാണോ? ഇതിലിപ്പോ സിംഹമായിരുന്നു കേട്ടോ. അതല്ല, അതങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കോൺസ്റ്റബിൾ കിട്ടുന്നില്ല.
പോലീസ് കലാമേളയാണ് അത് കോൺസ്റ്റബിൾ കിട്ടാൻ. ഇതാരോട് പറഞ്ഞ് മനസ്സിലാക്കുന്നത്? കോൺസെൻട്രേഷൻ കിട്ടുന്നെന്ന് അദ്ദേഹം പറഞ്ഞു. കോൺസെൻട്രേഷൻ. ഓ, ഇതിന്റെ ശബ്ദം കാരണം ചേട്ടന് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അതാ ട്രെയിനറോട് പറഞ്ഞാ പോരെ. ട്രെയിനകത്ത് എന്ന് പറയണമെന്നോ? അതവിടെ നിന്നും പോയല്ലോ ചേട്ടാ. ഇതിന്റെ ട്രെയിനറുണ്ട്, സിംഹത്തിന്റെ ട്രെയിനറെ വിളിച്ച് പറഞ്ഞാ പോരെ. അയാൾക്ക് നിയന്ത്രിക്കൂലേ അത്? ശരിയാക്കി തരുമോ? ശരിയാക്കാൻ ഞങ്ങൾ ഇത് തുടങ്ങാൻ പറ്റത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടായത്. ഈ പറഞ്ഞ കോൺസ്റ്റബിൾ എന്തോ ആ സാധനത്തിന്റെ ബുദ്ധിമുട്ട് അത് ശരിയാക്കി. കോൺസെൻട്രേഷൻ. ഫിറോസക്ക ഇത് ശരിയാക്കാം. ആ ട്രെയിനർ വന്നോട്ടെ, നമുക്ക് എല്ലാം പറഞ്ഞ് ശരിയാക്കാം. നമ്മളിപ്പോ തൽക്കാലം എപ്പിസോഡ് തുടങ്ങാം. ഇപ്പൊ മ്യൂസിക് വായിക്കണ്ടല്ലോ. ഇപ്പൊ ഈ പ്രശ്നം കിടന്നാൽ വലിയ ബുദ്ധിമുട്ട്. അന്നേരം കുഴപ്പമില്ല, നടക്കട്ടെ. ഓക്കെ, ശരി, നമുക്കപ്പോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പൊ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നും നമ്മുടെ കൂടെ ജനാർദ്ദനപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസും അതുപോലെ അവരുടെ പ്രിൻസിപ്പലും ടീച്ചേഴ്സും എല്ലാവരും എത്തിയിട്ടുണ്ട്. അവരെയും ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇനി ഒരല്പം ജാടയിൽ ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോളൂ. നമ്മുടെ ആസ്ഥാന സുന്ദരി വിളിക്കൂ. സുന്ദരിയെ സ്വാഗതം ചെയ്യൂ. ഏത് സുന്ദരി? ആസ്ഥാന സുന്ദരി. അതെ, നമ്മുടെ ഇന്നത്തെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ എന്താ പറയാ ഹോട്ട് സീറ്റിലിരിക്കുന്ന നമ്മുടെ സുന്ദരിയായ സെലിബ്രിറ്റി ഗസ്റ്റ് നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ട ജ്യോതി കൃഷ്ണയെ ഈ വേദിയിലേക്ക് സ്വാഗതം. ജ്യോതി, താങ്ക് യു. ഞാൻ എത്ര നേരം ഇവിടെ വന്നിരിക്കണു, നിങ്ങളെ കാണാതിരിക്കായിരുന്നല്ലോ. അത് മാഡം ഹെയർ സ്റ്റൈലിസ്റ്റിന്റെ അടുത്ത് പോയേക്കായിരുന്നു. യെസ്. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞു. ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താണ് അത്? കഴിഞ്ഞ എപ്പിസോഡിന്റെ ഗുണം കൊണ്ടാണ് ഇന്ന് ഇത്ര എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് നേരത്തെ തന്നെ ഹോട്ട് സീറ്റിൽ വന്ന് എന്താ പറയാ സ്ഥാനം പിടിച്ചത്. അതാണ് നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസ്. കണ്ടോ? അപ്പോൾ ഇന്ന് എന്താ പറയുക, ഇന്നും ഇന്നത്തെ പോലെ തന്നെ കുറേ നല്ല ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആരംഭിച്ചാലോ? തുടങ്ങട്ടെ? യെസ്. അപ്പോൾ ആദ്യം ഡൽഹിന്ന് വന്ന ബാലൻസിങ് ആക്ടറെ വിളിച്ചാലോ? തീർച്ചയായിട്ടും. ജ്യോതി ഓൾറെഡി അവരുടെ ഒരു പെർഫോമൻസ് കണ്ടിട്ടുണ്ടല്ലേ? ഞാൻ അവരുടെ ഫാനായി. ഇപ്പോൾ എന്താ അവരുടെ പേര്? സോനു ഷിക്ക. കണ്ടോ, ബാലൻസിങ് ആക്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോനു ആൻഡ് ഷിഖയായി മാറിയിരിക്കുകയാണ്. കേരളം മുഴുവനും, ജ്യോതി മാത്രമല്ല കേരളം മുഴുവൻ അവരുടെ ഫാൻസ് ആയി മാറിയിരിക്കുകയാണ്. വീണ്ടും ഫാൻസ് കൂടുമെന്നാണ് തോന്നുന്നത്. അതെ, അതുപോലെ തന്നെ നമ്മുടെ റേറ്റിംഗും. ഇത് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ്. जागने के फिर
ബഹളം കാരണം ശബ്ദം കാരണം ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാ ഒരു കാര്യം, സിംഹത്തിന്റെ മൂട്ടിൽ ഒരു സൈലൻസർ ഫിറ്റ് ചെയ്യാം. നിങ്ങളുടെ ജോലി ഞാൻ നിർത്തിക്കും. അയ്യോ എനിക്ക് പേടിയാ, എനിക്ക് മുള്ളാൻ മുട്ടുന്ന പേടിച്ചിട്ട്. ഇതെങ്ങനെ ഞാൻ അയ്യോ എനിക്കത് കരേഷേട്ടാ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ വിചാരിച്ചു ഇതിലൊന്നും ഉണ്ടായിരുന്നില്ല. അതെങ്ങനെ മനസ്സിലായി സർ? നിലാമലരെ നിലാമലരെ പ്രഭാകിരണം വരാറായി സുഗന്ധം മായല്ലേ മരന്തം തീരല്ലേ കെടാതിൻ നാളമേ നാളമേ പാടൂ നീ. കലേഷ് എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞു. എത്ര നേരമായിട്ട് നിങ്ങളെ വിളിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ. അതെ മറ്റേ പുള്ളിയാണത്. ആ ഉത്തരവാദപ്പെട്ട ഞാൻ പറയാം. ഒരു സിംഹം ഉണ്ടല്ലോ, ആ സിംഹം മുരളി. ആ സിംഹം മുരളിയല്ല, വാസുദേവൻ. ഞാൻ പറഞ്ഞോളാം, ഞാൻ പറഞ്ഞു മനസ്സിലായിക്കോളാം. എന്റെ പൊന്നെ, നമ്മുടെ സിംഹം ഇല്ലേ? നമ്മുടെ സിംഹോ? നിനക്ക് ശ്രീധരനായിട്ട് കിട്ടിയ സിംഹോ? അല്ല, നിങ്ങൾ ആ കൂട്ടിൽ വളർത്തുന്ന സിംഹം ഇല്ലേ? പറയൂ. ആ സിംഹം മാത്രമല്ല, സിംഹം കടുവയും പുലിയൊക്കെ ഭയങ്കര ബഹളം. ഭയങ്കര ബഹളം, ഭയങ്കര ബഹളം. ഒരു കാര്യം ചെയ്യും, ബഹളം വെക്കുന്നവരുടെ പേര് നീ എഴുതി വെക്ക്. ഞാൻ ചൂരിൽ കൊണ്ട് എന്തെല്ലാം ബഹളം വെക്കുന്നത് അതല്ല ചേട്ടാ. ഈ സിംഹത്തിന്റെ ബഹളം കാരണം ഷൂട്ടിംഗ് എനിക്കിവിടെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അയ്യോ, മലമറിക്കുന്ന ജോലിയല്ലേ. ഒരു കാര്യം ചെയ്യും, വീട്ടിലോട്ട് പോയിക്കോ, ശമ്പളം നമ്മൾ അവിടെ എത്തിക്കാം. അതല്ല, ആ സിംഹത്തിന്റെ ബഹളം കാരണം ശബ്ദം കാരണം ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാ ഒരു കാര്യം, സിംഹത്തിന്റെ മൂട്ടിൽ ഒരു സൈലൻസർ ഫിറ്റ് ചെയ്യാം. ഇല്ലേ, ബഹളം പോലും. സിംഹം പിന്നെ ബഹളം വെക്കത്തില്ലേ? നിങ്ങൾക്ക് അതിന്റെ ഒന്ന് സൗണ്ട് കുറയ്ക്കാൻ പറ്റുമോ? എങ്ങനെ സൗണ്ട് കുറയ്ക്കാൻ പറ്റുമോ? സൗണ്ട് കുറയ്ക്കാൻ അത് ഫിലിപ്സിന്റെ റേഡിയോ അല്ല കൂട്ടി കിടക്കുന്നത്. സൗണ്ട് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. മനസ്സിലായി? ഇത് ഇങ്ങനെ ബഹളം വെക്കാനുള്ള കാരണം എന്താ? അത് ചിന്തിക്കും. ഞാനും ചിന്തിക്കുന്നു, ബഹളം വെക്കേണ്ട കാരണം ചിന്തിക്ക്. ഈ മുടിയൊക്കെ അഴിച്ച് പിടിച്ച് അതിന്റെ ഫ്രണ്ടിൽ കൂടെ നടന്നായിരുന്നു കൂടിന്റെ. രാവിലെ ഇങ്ങോട്ട് വന്നപ്പോ അതിന്റെ ഫ്രണ്ടിൽ കൂടെ അല്ലേ? ചുമ്മാതല്ല, ചുമ്മാ അലറിയത്. അതെന്താ? സിംഹത്തിന് എന്നെ പേടിയാണ്. സിംഹത്തിന് പേടി അതൊന്നുമല്ല, നിന്നെ പേടിച്ചല്ല. കാട്ടിലെ രാജാവൊക്കെയാണ് സിംഹം, പക്ഷേ ആൾക്കുരങ്ങനെ കാണുമ്പോൾ ഇപ്പഴും സിംഹത്തിന് പേടിയാ. അതെ, ഇതിന്റെ ബഹളം തീർന്നില്ല, നിങ്ങൾ അനുഭവിക്കും. ജോലിന്ന് തന്നെ പറഞ്ഞു വിടും. ആരുടെ? എന്നെയാ? അത് തന്നെ എനിക്കും പറയാനുള്ളത്. സിംഹത്തിന്റെ ബഹളം മര്യാദയ്ക്ക് അവസാനിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജോലി ഞാൻ തീർപ്പിക്കും. അയ്യോ എനിക്ക് പേടിയാ, എനിക്ക് മുള്ളാൻ മുട്ടുന്ന പേടിച്ചിട്ട്. രണ്ടുപേരുടെ ദേഷ്യം കണ്ടിട്ട് ഇത് രണ്ടുപേരുടെ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. എന്തോ പറയുന്നത്? അതെ, നമുക്ക് ഇവിടെ ഒരാൾക്കും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നില്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞു വിടും. നിങ്ങളെ ദുഃഖിക്കും. നമുക്ക് നോക്കാം ആരാ ദുഃഖിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മനസ്സിലായോ? നമുക്ക് നോക്കാം. രണ്ട് നോക്കാം. അതെ, നമുക്ക് കാണാം. പറഞ്ഞു വിടും പോലും. നോക്കാന്ന് തന്നെ പറഞ്ഞത്. സിംഹത്തിനെ നോക്കാൻ വന്ന ആളാ അല്ലേ? എന്താ ആറ്റിറ്റ്യൂഡ് അയാടെ? നമുക്ക് നോക്കാം എന്താണെങ്കിലും. കലേഷേട്ടാ, ഞാനിവിടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ കൂടെ കൂടിയതിന് ശേഷം കുറേശ്ശേക്ക് ഇപ്പോൾ ഈ മനസ്സൊക്കെ വായിക്കാൻ പഠിച്ചു തുടങ്ങി. എന്താ റീസൺ? മെന്റലിസം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഓരോ ദിവസവും മെന്റലിസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, മാജിക്കിന്റെ ഒരു തലം മാറുകയാണെന്ന് തോന്നുന്നു. പ്രേക്ഷകർക്കും കൂടുതൽ ഇഷ്ടം മെന്റലിസത്തെ കുറിച്ച് ചോദിക്കാനാണ്. നമ്മൾ പുറത്തു വെച്ചൊക്കെ കാണുമ്പോഴില്ലേ, പുറത്തു വെച്ചൊക്കെ കാണുമ്പോഴത്തേക്ക് ഈ മെന്റലിസം എങ്ങനെയാ സംഭവം? എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ സ്റ്റേജിൽ നിങ്ങൾ ഇപ്പൊ പ്രോഗ്രാമിൽ കാണിക്കുന്ന ഈ മെന്റലിസ്റ്റുകളൊക്കെ നിങ്ങൾ നേരത്തെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ചിട്ട് ചെയ്യുന്നതാണോ, അഡ്ജസ്റ്റ്മെന്റ് ആണോ, അതോ ശരിക്കും ഇതൊക്കെ പ്രഡിക്റ്റ് ചെയ്യുന്നതാണോ, ഇതൊക്കെ ഉള്ളതാണോ? അങ്ങനെ ഒരുപാട് സംശയങ്ങൾ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് കാണാനുള്ള ഈ ആർട്ടിസ്റ്റുകളെയൊക്കെ പരിചയപ്പെടാൻ, മജീഷ്യൻസിനെയും ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള ആർട്ടിസ്റ്റുകളെയും കാണാൻ പറ്റും. ഇവിടേക്ക് വരാം. ഇതിനകത്ത് ഒരു കൺകട്ടുമില്ല. ശരിക്കും നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ആസ്വദിക്കാൻ പറ്റും. കാരണം അത്രയും ഓണസ്റ്റ് ആയിട്ടാണ് നമ്മളിവിടെ മാജിക്കുകളും സർക്കസും ഒക്കെ ചെയ്യുന്നത്. ഇതിനകത്ത് യാതൊരു ഗിമ്മിക്സും ഇല്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ സുരേഷ് നാരായൺ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എൻ്റെ പ്രിയ സുഹൃത്താണ്, കാഞ്ഞങ്ങാടുകാരൻ സുരേഷ് നാരായൺ. മനസ്സും ജാലവിദ്യയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള മെന്റലിസ്റ്റ് ഷോയിലേക്ക് അവർക്കും സ്വാഗതം. അടുത്തതായി ഞാൻ അവതരിപ്പിക്കുന്നത് മൈൻഡ് എക്സ്പെരിമെൻറ്റ്. മനസ്സുകൊണ്ടുള്ള ചില പരീക്ഷണങ്ങളാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്.
എനിക്ക് സ്വന്തമായി ഒരു വിമാനമുണ്ട്. നിങ്ങൾ അതിശയിക്കും. അത് ബോയിങ്ങോ അല്ല, ജെറ്റ് വിമാനമോ അല്ല, ഒരു കൊച്ചു വിമാനം. അത് കാസർഗോഡ് ഏരിയ മാത്രം പറക്കാൻ പറ്റുന്ന ഒരു വിമാനമാണ്. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. ആ വിമാനത്തിന് നമ്പറില്ല. ആ വിമാനത്തിന് നമ്പർ ഇടാൻ ഭാഗ്യം നിങ്ങളിൽ ജഡ്ജസിൽ ഒരാൾക്കാണ്. റൈറ്റ്? അതുകൊണ്ട് ഞാൻ ശ്രദ്ധയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനി ഞാൻ എൻ്റെ വിമാനം നിങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾ അതിശയിക്കും. യഥാർത്ഥത്തിൽ അതിനൊരു നമ്പർ സൈഡ്, ഏത് വാഹനത്തിനും ഒരു സൈഡ് നമ്പർ വേണം. പക്ഷേ ഈ വിമാനത്തിന് സൈഡ് നമ്പർ ഇല്ല. ഞാൻ ആ നമ്പർ ഇടാൻ പോവുകയാണ്. പക്ഷേ ഈ നമ്പർ ഇടാനുള്ള ഭാഗ്യം സിതക്കാണ്. റൈറ്റ്? അതായത് സിതയുടെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു നമ്പർ ആയിരിക്കും ഞാനിവിടെ പ്രെഡിക്റ്റ് ചെയ്ത് എഴുതുന്നത്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഒന്ന് റിലാക്സ് മോഡിൽ സിതക്ക് നിൽക്കാം. റൈറ്റ്? എന്നെ നോക്കി നിൽക്കാം. ആൻഡ് ഒരു നമ്പർ മനസ്സിൽ വിചാരിക്കുക. ബിറ്റ്വീൻ 1 and 100. 1 and 100. യെസ്. ഓക്കെ, എൻ്റെ കണ്ണിലേക്ക് നോക്കാം. റൈറ്റ്? ഓക്കെ, ഞാൻ ഒരു നമ്പർ ഇവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്. എത്രയെന്ന് അറിയില്ല, അത് ശരിയോ തെറ്റോ അറിയില്ല. ആ നമ്പർ ഒന്ന് അനൗൺസ് ചെയ്തോളൂ സിത. എല്ലാവരും കേൾക്കെ പറഞ്ഞോളൂ. ഞാൻ മനസ്സിൽ വിചാരിച്ച നമ്പർ 33 ആണ്. 33. 33. ഈ 33 എന്ന നമ്പർ വിചാരിക്കാൻ വലിയ പ്രത്യേക കാരണമുണ്ടോ? വല്ല പ്രത്യേക കാരണമുണ്ടോ? ഒന്ന് ഓഡിയൻസിനെ കാണിച്ചോളൂ. ഇതെങ്ങനെ അയ്യോ എനിക്കത് കരേഷേട്ടാ, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ വിചാരിച്ചു ഇതിലൊന്നും ഉണ്ടായിരുന്നില്ല. അതെങ്ങനെ മനസ്സിലായി സർ? താങ്ക് യു. ഇവിടെ ഞാൻ അടുത്തതായി പ്രദർശിപ്പിക്കുന്നത് മെൻഡൽസത്തിൻ്റെ ഒരു ഭാഗമായ ബുക്ക് ടെസ്റ്റ് എന്നൊരു വേർഷനാണ്. എൻ്റെ കൈവശം 4 പുസ്തകങ്ങളുണ്ട്. ഒന്നിൻ്റെ പേര് ദ വിൻ ഇൻ ദ മൗണ്ടൻ ബൈ ജോർജ് ഓണക്കൂർ, ദ മാജിക് ബൈ റോണ്ട ബ്രൈൻ, സീക്രട്ട് ഓഫ് മൈൻഡ് പവർ ബൈ ഹാരി ലോറൻ ആൻഡ് ദ സീക്രട്ട് ബൈ റോണ്ട ബ്രൗൺ. ഈ ഒരു പുസ്തകം വെച്ചാണ് അടുത്തൊരു മൈൻഡ് റീഡിങ് ഞാൻ ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ നമ്മുടെ ഗസ്റ്റ് ജ്യോതിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ് മാഡം. ഞാൻ ഓൾറെഡി ബുക്ക് ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞു. 4 പുസ്തകങ്ങൾ. ഓക്കെ, 1, 2, 3, 4 പുസ്തകങ്ങൾ എൻ്റെ കൈവശമുണ്ട്. ഞാൻ ഈ പുസ്തകം ഇതുപോലെ ഷഫിൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പുസ്തകം ജ്യോതിക്ക് തിരഞ്ഞെടുക്കാം. അത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കും. ഞാനൊന്നും നിങ്ങളെ ഒരു കാരണവശാലും ഞാൻ കമ്പൽ ചെയ്യുന്നില്ല, ഒരു കാര്യം ചെയ്യുന്നില്ല. നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ബുക്ക് തിരഞ്ഞെടുക്കാം. റൈറ്റ്? അതിനുശേഷം പുസ്തകം നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ പേജ് ഇതുപോലെ റിഫിൽ ചെയ്യും. ആ സമയം ജ്യോതി ചെയ്യേണ്ടത് സ്റ്റോപ്പ് എന്ന് പറയാം. സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ഉടൻ ഞാൻ ആ പേജ് ഇതുപോലെ ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റ് പേജ് റൈറ്റ് ബോട്ടം കോർണർ ഓരോ വേർഡ് ഉണ്ട്. റൈറ്റ്? ലെഫ്റ്റ് പേജ് റൈറ്റ് ബോട്ടം കോർണർ ഒരു വേർഡ് ഉണ്ട്. ആ വേർഡ് മനസ്സിൽ കാണുക, പറയാൻ പാടില്ല. കണ്ടതിന് ശേഷം ആ വേർഡ് മൈക്ക് മാറ്റിച്ചോളൂ. ആ വേർഡ് ഈ പേപ്പറിൽ എഴുതി 2 മടക്കായി സൂക്ഷിച്ചു വെക്കുക. സീക്രട്ട് ഓഫ് മൈൻഡ് പവർ. റൈറ്റ്? ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇതിൻ്റെ പേജ് ഇതുപോലെ റിഫിൽ ചെയ്യുന്നത്. യു ക്യാൻ സേ സ്റ്റോപ്പ് അറ്റ് എനി പോയിന്റ്. എവിടെ വേണം നിർത്താൻ പറയാം. ഓക്കെ, ആ സമയം ഞാൻ ലെഫ്റ്റ് പേജ് തുറക്കും. ലെഫ്റ്റ് പേജിൽ നിന്ന് ലാസ്റ്റ് വേർഡ് മനസ്സിൽ കാണാം. എഗ്രീഡ്? മനസ്സിലായില്ലേ? യെസ്. ഓക്കെ, യു വാണ്ട് ടു ചേഞ്ച് ദിസ് പേജ്. ഈ പേജ് മാറ്റാനുണ്ടോ? നോ. ദെൻ സീ ദ വേർഡ് ഫ്രം ദ ലെഫ്റ്റ് പേജ് റൈറ്റ് ബോട്ടം കോർണർ. ഈ വേർഡ് ലാസ്റ്റ് വേർഡ്. റെഡി അല്ലേ? ഓക്കെ, പുസ്തകം മാറ്റി വെക്കാം. യെസ്, എൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കിക്കോളൂ. ആക്ച്വലി ഇത് നമ്മൾ റിവീൽ ചെയ്യുന്നത് നിങ്ങളുടെ സ്റ്റാൻഡിങ് പൊസിഷൻ, ബോഡി ലാംഗ്വേജ് ആൻഡ് ഫേസ് എക്സ്പ്രഷൻ, ഈ 3 കാര്യങ്ങൾ നോക്കിയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യാം, ആ പെൻസിലൊന്ന് മാറ്റിക്കോളൂ. മറ്റൊന്ന് കയ്യിൽ ഇങ്ങനെ പിടിക്കാം.
ആ ഇംഗ്ലീഷ് വേർഡ് മനസ്സിലുണ്ട്, ഒരു ഇംഗ്ലീഷ് വേർഡ് മനസ്സിലുണ്ട്. എനിക്ക് തോന്നുന്നത് ആ ഇംഗ്ലീഷ് വേർഡിൻ്റെ അവസാന ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ ലെറ്റർ ഐ തിങ്ക് യെസ് ടി എന്ന് പറഞ്ഞാൽ ജ്യോതിക്കത് യെസ് എന്ന് പറയാൻ പറ്റുമോ? യെസ്, താങ്ക് യു, താങ്ക് യു. And the first letter I think, is it yes? Yes. Yes. Okay. Okay. Thank you. Yes. Okay. Second letter I think is it M? Yes. Yes. Thank you. 5 വിരലുകളുണ്ട്. 1 2 3 4 5. ഓക്കെ, ഞാൻ പറയുന്നു ആ ഇംഗ്ലീഷ് വേർഡിന് 5 ആൽഫബറ്റിക്കൽ ലെറ്റേഴ്സ് ഉണ്ടെന്ന്. Is it yes or no? Yes. Yes. Thank you. Thank you. ഒരു വിരൽ തൊടാമോ? The third letter I think is A. Okay. പറഞ്ഞോളാം. ഞാൻ പറഞ്ഞു. Yes. I think the word is SMART. Smart. Is it smart? Show the audience. Just show the audience. Smart. Thank you. Thank you. Thank you very much. Thank you. Thank you. Thank you. Thank you. Thank you. സുഗന്ധം മായല്ലേ, മരന്തം തീരല്ലേ, കെടാതിൻ നാളമേ നാളമേ പാടൂ നീ. സിംഹത്തിന്റെ കൂട്ടിൽ വേണമെങ്കിൽ കിടന്ന് ഉറങ്ങാം, സിംഹത്തിന്റെ വാ വേണമെങ്കിൽ പൂട്ടാം. പക്ഷെ ഇവിടുന്ന് കൊണ്ട് ഒരു ചരക്കുണ്ടല്ലോ, അതിന്റെ കൂടെ ഒരു നിമിഷം പോലും എനിക്ക് നിൽക്കാൻ വയ്യ. എന്നെ രക്ഷിച്ചേ പറ്റൂ, തിരിച്ചെടുത്തേ പറ്റൂ. അയ്യോ, എന്നെ ആ സിംഹത്തിന്റെ കൂട്ടിൽ കൊണ്ട് അടക്കി. सारी मेरे इश्क की है दीवानी. Hey, I know you want it, but you're never gonna get it. तेरे हाथ कभी ना आनी. माने ना माने कोई दुनिया, ये सारी मेरे इश्क की है दीवानी. अब दिल करता है हाले हाले से मैं तो खुद को गले लगाऊं. किसी और की मुझको जरूरत क्या, मैं तो खुद से ही प्यार जताऊं. What's my name? But you're never gonna get it. तेरे हाथ कभी ना आनी. Sheila, Sheila की जवानी. I'm too sexy for you. मैं तेरे हाथ ना आनी. Sheila, Sheila की जवानी. I'm way too sexy for you. मैं तेरे हाथ ना आनी. Everybody got a body like Sheila. Everybody want my body out. Sheila, drive you crazy 'cause my name is Sheila. Ain't nobody got a body like Sheila. Ain't nobody got a body.
am a disco dancer. I am a disco dancer. जिंदगी मेरा गाना, मैं इसी का दीवाना. तो झूमो तो नाचो और मेरे साथ नाचो. Go! I am a disco dancer. Hey! I am a disco dancer. ഹലോ ചേട്ടാ, ചേട്ടാ ഒന്ന് വേഗം വാ ചേട്ടാ. ഞാൻ ദേ ഇവിടെ തമ്പിനകത്തുണ്ട്. ഇവിടെ ഇപ്പൊ ആരുമല്ലോ, ഒന്ന് കേറി വാ ചേട്ടാ. വേഗം വാ. ആ ശരി, ഓക്കെ. ചേട്ടാ ശാന്തി, ഈ തമ്പിൽ നിന്നും എന്നെ പുകച്ച് പുറത്താക്കാനുള്ള പരിപാടിയാണ് എല്ലാവരും കൂടെ ചെയ്യുന്നത്. ചേട്ടനെ പുറത്താക്കാൻ പോവാണോ? അതെ ശാന്തി. അയ്യോ, അപ്പൊ എന്റെ ഫോൺ ആരാ റീചാർജ് ചെയ്യുന്നേ? നിനക്കതാണ് വലിയ കാര്യം. എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ പോകുന്ന പറഞ്ഞത്. നമ്മൾ നമ്മൾ കല്യാണം കഴിക്കണം. ചേട്ടാ, ഈ ചായക്കട പോയി ഉണ്ടമ്പര് കഴിക്കണമെന്ന് പറയുന്ന പോലാണോ ഈ കല്യാണം കഴിക്കുന്നത്? ഈ പിന്നെ ഈ തമ്പിലെ കല്ലിലും പുല്ലിലും എല്ലാം അറിയാം നമ്മൾ തമ്മിൽ പ്രേമമാണെന്ന്. അവരോട് ഒരു വാക്ക് പറയാതെ നമ്മൾ എങ്ങനെ കല്യാണം കഴിക്കുന്നേ? ഈ കല്ലിനും പുല്ലിനോടോ? അല്ലെന്ന്, ഈ തമ്പിലുള്ള എല്ലാരോടും ഒരു വാക്ക് ചോദിക്കണ്ടേ? അതല്ലേ എന്റെ ഒരു മര്യാദ. അയ്യോ, ശാന്തി പറഞ്ഞപ്പോൾ എനിക്കത് ഓർമ്മ. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യണം? നമുക്ക് ഒളിച്ചോടിപ്പാ. വൈദ്യുതി എത്തിച്ചതും കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞു അങ്ങനെ ഏതാണ്ട് ഉണ്ട്. അത് പോട്ടെ, കുഴപ്പമില്ല. എന്തായാലും ഞാൻ വിചാരിച്ച പോലെ എന്റെ കാര്യങ്ങൾ നടന്നു. ചേട്ടാ, പിന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട്. നമ്മള് കല്യാണം കഴിച്ചു പോകുമ്പോ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവുമല്ലോ. ആദ്യത്തെ കുഞ്ഞിന്റെ ചേട്ടന്റെ അച്ഛന്റെ പേരിടണം. അത് ബുദ്ധിമുട്ടായിട്ട് വരുമല്ലോ. എന്തേട്ടാ പേര് ഏതൊക്കെയാന്നുള്ളതാണ്. ഒരു കാര്യം ചെയ്യാം, നിന്റെ അച്ഛന്റെ പേരിടാം ആദ്യത്തെ കുട്ടിക്ക്. ചേട്ടാ, ഇത്രയും നാള് ചേട്ടനോട് മറച്ചു വെച്ച ഒരു രഹസ്യമുണ്ട്. എന്താ ശാന്തി, പറയൂ. ചേട്ടാ, ഞാനൊരു ഓർഫനാണ് ചേട്ടാ. എന്താ ശാന്തി, എന്നിട്ട് നീ ഇതുവരെ ഒരു ചികിത്സ ചെയ്തില്ലേ? മെഡിക്കൽ കോളേജ് അടുത്തായിരുന്നല്ലോ, നമുക്ക് പോകാമായിരുന്നല്ലോ. ഒരു ഓപ്പറേഷൻ ചെയ്താൽ മാറുമെങ്കിൽ നമുക്കത് അങ്ങനെ ചെയ്യാം. എന്തോ നീ പറഞ്ഞു വരുന്നതൊക്കെ? ഈ കോട്ടും ഈ കൊമ്മമീശയും ഉള്ളല്ലേ, വിദ്യാഭ്യാസം ഇല്ലല്ലേ? 10ാം ക്ലാസ് വരെ പോയായിരുന്നു. അയ്യോ, 8ാം ക്ലാസ് വരെ പോയി. എന്റെ പൊന്നു ചേട്ടാ, ഓർഫൺ എന്ന് വെച്ചാൽ ഞാനൊരു അനാഥയാണെന്ന്. ഞാനൊരു അനാഥയാണ് ചേട്ടാ. എന്താ ചേട്ടാ? അല്ല, നിന്നെ ഒന്ന് കെട്ടിപ്പുണർന്ന് നിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി. വേണ്ട, പുറ കത്തുമ്പോ പാട വെട്ടുന്ന ചേട്ടന്റെ സ്ഥിര ശീലമാ മാറ്. ചേട്ടാ, കല്യാണം കഴിഞ്ഞ് പട്ടിണിയാണേലും പരിവട്ടമാണേലും ഞാൻ എന്റെ ചേട്ടന്റെ കൂടെ സമാധാനത്തോടെ ജീവിക്കും ചേട്ടാ. എനിക്കത് മതി ശാന്തി, എനിക്കത് മതി. അല്ല, നമ്മൾ എങ്ങനാ പോന്നേ? നമുക്ക് ബസ്സിൽ പോകാം. പിന്നെ ബസ്സിനകത്ത് തൂങ്ങി പിടിച്ച പാലൊന്നും എന്നെ കിട്ടത്തില്ല. ടാക്സി വിളിക്കേട്ടാ. ടാക്സി എങ്കിൽ ടാക്സി. പിന്നെ ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ ഹണിമൂൺ എവിടെ വെച്ച് വേണം? എന്റെ ആഗ്രഹം ചിറാപ്പൂഞ്ചി വെച്ച് വേണമെന്നാ. ജീവിതം അങ്ങനെ ആകാതിരുന്നാ മതിയായിരുന്നു. ചിറാപ്പൂഞ്ചി. ചേട്ടാ, ഈ തമ്പിൽ ഇത്രയും സുന്ദരികളായ സ്ത്രീകൾ ഉണ്ടായിട്ടും ചേട്ടൻ എന്താ എന്നെ മാത്രം സ്നേഹിച്ചത്? അത് ഈ അഴകിലും സൗന്ദര്യത്തിലൊന്നും കാര്യമില്ല എന്റെ ശാന്തി. എന്തേട്ടാ? ഈ അഴകുള്ള ചക്കയിൽ ചുളയില്ല സോദരി എന്നല്ലേ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് എനിക്കറിയാം. എന്തായാലും നമുക്ക് ഇവർക്ക് ഒരു പണി കൊടുക്കണം. ഒരു പണി കൊടുത്തേ പറ്റും. ഒരു കാര്യം ചെയ്യാം, നമ്മൾ കല്യാണം കഴിച്ച് പോകല്ലേ, എന്തായാലും അതാണ് ഏറ്റവും വലിയ പണി. ഡിസ്കോ കളിക്കുന്ന നീയും സിംഹത്തെ പ്രാക്ടീസ് ചെയ്യുന്ന ഞാനും ഇവിടുന്ന് പോയാൽ ഇവർക്കൊരു പണി കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് പോകാം. ഇവരെങ്ങനെ ഈ ഇത് നടത്തണമെന്ന് നമുക്കൊന്ന് കാണണം. പാട്ട് കളിക്കാം. ഇവിടെ കളിക്കാൻ இப்படி ஆளுதான் அப்படி meet my girlfriend. നിലാമലരെ നിലാമലരെ പ്രഭാകിരണം വരാറായി സുഗന്ധം മായല്ലേ. സിംഹത്തിന്റെ കൂട്ടിൽ വേണമെങ്കിൽ കിടന്ന് ഉറങ്ങാം, സിംഹത്തിന്റെ വാ വേണമെങ്കിലും പൂട്ടാം. പക്ഷെ ഇവിടുന്ന് കൊണ്ട് ഒരു ചരക്കുണ്ടല്ലോ, അതിന്റെ കൂടെ ഒരു നിമിഷം പോലും എനിക്ക് നിൽക്കാൻ വയ്യ. എന്നെ രക്ഷിച്ചേ പറ്റൂ, തിരിച്ചെടുത്തേ പറ്റൂ. അയ്യോ, എന്നെ ആ സിംഹത്തിന്റെ കൂട്ടിൽ കൊണ്ട് അടക്കി.
ഇനി പെർഫോം ചെയ്യാൻ പോകുന്ന ആള് നമ്മൾ ഒരേ കാലഘട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് വെച്ചാൽ ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോഴും നമ്മൾ ഒരുമിച്ച് സാധനങ്ങളൊക്കെ മാജിക്കിന്റെ പ്രോപ്പർട്ടീസ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും മാജിക്കിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ്. ഫുൾ ടൈം മാജിക്. അപ്പൊ കലേഷേട്ടനെ പോലെ തന്നെയാണല്ലോ. അതെ. അല്ല, ഞാനിപ്പോ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിനെ പറ്റി പോലും ചിന്തിക്കുന്നില്ലേ. ഇതൊരൊറ്റ കുതിരയുടെ കണ്ണ് കെട്ടി വിട്ടാൽ എങ്ങനെ ഉണ്ടാവും? മുന്നോട്ട് മാത്രമേ പോകുള്ളൂ. കണ്ണ് കെട്ടി കഴിഞ്ഞാൽ ബാക്കി ഒന്നും കാണാൻ പറ്റില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ കണ്ണ് കെട്ടിയ മജീഷ്യനാണ്. ഫോക്കസ് മാജിക് മാത്രം. അപ്പോൾ ഇപ്പം കല്യാണം കഴിക്കണമെന്ന് വീട്ടുകാർ പറഞ്ഞിട്ട് കൂടി ഇല്ല, മാജിക്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മതി എന്ന് പറഞ്ഞിട്ട് കല്യാണം പോലും ഒഴിവാക്കിക്കൊണ്ട് മാജിക്കിന് വേണ്ടി കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഹാരിസ് താഹ. അങ്ങനെയുള്ള ഒരു മജീഷ്യനാണ് അടുത്തതായി വേദിയിൽ പെർഫോം ചെയ്യാൻ വരുന്നത്. സ്വാഗതം ഹാരിസ് താഹ. ഇനിയുള്ളൊരു മാജിക് എന്ന് പറയുന്നത് ഒരല്പം അപകടം പിടിച്ചതാണ്. ഈ അപകടം പിടിച്ച മാജിക്കിനെ ഞാൻ നിങ്ങളിൽ നിന്ന് ഒരാളിനെയാണ് ഞാൻ ക്ഷണിക്കുന്നത്. പേടിക്കണ്ട, എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ഉല്ലാസേട്ടനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് കം ഓൺ. നമസ്കാരം. നമസ്കാരം. മാജിക്കിൽ ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ? പങ്കെടുത്തിട്ടില്ല, കണ്ടിട്ടുണ്ട്. ഇവിടെ വന്ന് എന്തോരം മാജിക്കാണ് കാണുന്നത്. ഇനി പങ്കെടുക്കേണ്ടി വരുമോ? അറിയത്തില്ല, അത് ഇന്നത്തെ നിങ്ങളുടെ പെർഫോമൻസിന്റെ വിജയം പോലെ ഇരിക്കും. എന്തായാലും ആ വിജയം എങ്ങനെ ആയിരിക്കും നമുക്കൊന്ന് നോക്കാം. ഒരു കുഞ്ഞു മാജിക്കാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ 9 വാളുകൾ ചേട്ടൻ്റെ തലയിലേക്ക് കുത്തിയിറക്കാൻ പോവാം. എൻ്റെ തലയിൽ? അതെ. ഒരു അപേക്ഷയുണ്ട്. എന്താണ്? 10-12 വർഷത്തിന് ശേഷം ഞാൻ താടി വളർത്താൻ ആഗ്രഹിച്ച് ചെറുതായിട്ട് വളർന്നുകൊണ്ടിരിക്കുക. അതെ. തല പോയാലും താടിക്കൊന്നും പറ്റരുത്. ദീക്ഷ. ഇത് യേശുദാസിന്റെ താടി അല്ലല്ലോ. അല്ലല്ല, ഇത് എൻ്റെ സ്വന്തം താടിയാണ്. ഓക്കെ. അപ്പോൾ ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. നിങ്ങൾ ആരും ഈ മാജിക് അനുകരിക്കാൻ ശ്രമിക്കരുത്. ഓക്കെ. ഞാൻ പറഞ്ഞ ഒരു കർച്ചീഫാണ്. ഇതിനൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ്. അല്ല, എന്നെ നേരത്തെ പരിചയമുണ്ടോ? ഉണ്ട്. പിന്നെ ഇത്ര വൈരാഗ്യം വരാൻ എന്താ കാരണം? പ്രോഗ്രാം കണ്ടിട്ടുണ്ട്. അതാണ്, എൻ്റെ പരിപാടി കണ്ടിട്ടുള്ള ആളാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വാച്ച് കെയർഫുള്ളി. ഓർക്കസ്ട്ര മ്യൂസിക് പ്ലീസ്. ഞാനും ഒന്ന് പ്രാർത്ഥിക്കണേ. ഇത്രയും പറഞ്ഞത് ഞാൻ പ്രതീക്ഷിച്ചില്ല. കണ്ണ് കെട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇവിടെ കണ്ണ് കെട്ടിയത് ഒരു സേഫ്റ്റിയാണ്. കാരണം വളരെ അടുത്ത സമയത്ത് ഇതേ ജാലവിദ്യ ചെയ്തുകൊണ്ട് ഒരു മാന്ത്രികൻ അവതരിപ്പിക്കുമ്പോൾ ഒരാളുടെ കണ്ണിന് പരുക്ക് പറ്റി. അതുകൊണ്ട് തന്നെയാണ് ഒരു സേഫ്റ്റിക്കാണ് ഞാൻ ഉല്ലാസേട്ടൻ്റെ കണ്ണ് കെട്ടിയത്. ഉല്ലാസേട്ടൻ വിയർക്കുന്നുണ്ടോ? വിയർക്കുന്നില്ല, വിയർക്കുന്നുണ്ട്. ഓക്കെ. മൂന്ന് പേർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് വേദിയിലേക്ക് കടന്നു വരാം. നമസ്കാരം. മാജിക്കിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇതുവരെ പങ്കെടുത്തിട്ടില്ല. ഇല്ല. ആദ്യമായി പങ്കെടുക്കുകയാണ്. അതെ. അദ്ദേഹത്തെ പരിചയമുണ്ടോ? ടിവിയിൽ കണ്ടു പരിചയം. ഇനി ഫോട്ടോയിൽ കാണാം നമുക്ക്. അയ്യോ അയ്യോ. വേറൊന്നുമില്ല, 9 വാളുകൾ. ഇഷ്ടപ്പെട്ട ഒരു വാൾ ചൂസ് ചെയ്യുക. കൊലപാതക പ്രേരണ കുറ്റം. എന്തായാലും ഒറ്റയ്ക്കകത്ത് പോകാൻ വയ്യ.
Then next. Next. പറയണ്ട, എടുത്തു തരിക. ഓക്കെ, ഇനി അവിടെ രണ്ടുപേരും ഇവിടെ ഇരിപ്പുണ്ട്. ആർക്കെങ്കിലും ഒരാൾ കൂടി വരാം പ്ലീസ്. കം ഓൺ. ഇനിയുള്ള രണ്ട് വാളുകൾ ഒരെണ്ണം എടുക്കാം. എവിടെയാ സ്ഥലം? ആലുവ. അല്ല, ഊരി എടുക്കുന്ന ഒരു സ്റ്റൈൽ കണ്ട് ചോദിച്ചതാണ്. Then next. Kalashada, please. നാളെ ജിമ്മാണ്, ഒറ്റ പ്രാവശ്യമേ കുനിയത്തുള്ളൂ. അതെ. ഉല്ലാസേട്ടൻ്റെ തൊലിക്ക് നല്ല കട്ടി കേട്ടോ. ഉല്ലാസേട്ടൻ്റെ തൊലിക്ക് നല്ല കട്ടി. തൊലിക്കാണോ തലയ്ക്കാണോ? രണ്ടും. ഉല്ലാസേട്ടൻ, come on. സത്യം പറഞ്ഞാൽ പേടിച്ചു പോയേട്ടോ. സത്യം പേടിക്കണ്ട, ഞാൻ ഗ്യാരണ്ടി എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അത്ര ധൈര്യമായിട്ട് നിന്നത്. പക്ഷെ പറഞ്ഞെങ്കിലും എനിക്കത്ര ഗ്യാരണ്ടി ഇല്ലായിരുന്നു. അതെ, ഹാരിസ് താഹ ഈ അടുത്തൊരു അവാർഡ് ഒക്കെ കിട്ടിയിരുന്നു, ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് മജീഷ്യൻ എന്നുള്ള അവാർഡ്. അതിന് വേണ്ടിയിട്ട് ഗിന്നസ് റെക്കോർഡ് പ്രോസസ്സിംഗിലാണ്. ഇപ്പൊ കിട്ടിയ റെക്കോർഡ് ഏതാണ്? URF-ന്റെ റെക്കോർഡ്, യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിന്റെ ദ ഫാസ്റ്റസ്റ്റ് മജീഷ്യൻ ഇൻ ദ വേൾഡ് എന്നൊരു റെക്കോർഡാണ് കിട്ടിയത്. ഗിന്നസിന്റെ പ്രോസസ്സിംഗ് ആണ്. താങ്ക് യു. ജ്യോതി പറയൂ. ജ്യോതി പറയൂ. സത്യം പറ, എന്തോ ഒരു കള്ളത്തരം ഒപ്പിച്ചിട്ടില്ലേ? ഉണ്ട്, ഞാൻ കണ്ടു. ഈ കള്ളത്തരം ഒപ്പിക്കുന്നത് ആരും അറിയാതെ ചെയ്യുമ്പോഴാണ് അതിന്റെ മാജിക് എന്ന് പറയുന്നത്.
ഞാൻ നമ്മളാരാ? അത് മറ്റേ ജോലി ഞാൻ സിംഹത്തിന്റെ സിംഹത്തിന്റെ ജോലി ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അത് ഞാൻ ചെയ്തേ. സിംഹത്തിന്റെ ജോലി സിംഹം ചെയ്യണ്ട. അല്ല, ഞാൻ അതിന്റെ ആളായിരുന്നല്ലോ. അല്ല, ആ ജോലി ആളെ വെച്ച് എന്തൊക്കെ അഹങ്കാരമായിരുന്നു ഇവിടെ കാണിച്ചത്. നമ്മൾ ദുഃഖിക്കും. ഇല്ല, എന്നെ തിരിച്ചെടുത്താൽ സിംഹത്തിന്റെ അങ്ങനെ പറയാം. ഞാൻ മാപ്പി ചോദിക്കാൻ വേണമെങ്കിൽ നിങ്ങൾ അനുഭവിക്കും. ആരാ ദുഃഖിക്കാൻ പോണെന്ന് കാണാം. ശവത്തിൽ കുത്തല്ലേ? അല്ല, ഇടയ്ക്കല്ലേ അങ്ങനെ കുത്താൻ അവസരം. എന്നെ കുത്തിക്കോ, കുഴപ്പമില്ല. എനിക്ക് ജോലി തിരിച്ചെടുത്താൽ മതി. സിംഹത്തിനെക്കാളും ദേഷ്യമുള്ള ആളല്ലേ? അതങ്ങനെ പറ്റിപ്പോയതാണ്. സിംഹത്തിന്റെ വായടപ്പിക്കാൻ പറ്റാത്ത ആളല്ലേ? എന്നെ എങ്ങനെയെങ്കിലും ജോലിക്ക് എന്നെ രക്ഷിക്കണം. എന്നെ ജോലിക്ക് എടുത്തേ പറ്റൂ. എന്തൊരു ശാന്തൻ. നോക്ക്, മുഖത്തേക്ക് നോക്ക്. എന്തൊരു ശാന്തൻ. സിംഹത്തിന്റെ സൗണ്ട് ആളെയല്ല, ഞാൻ മാറിയാ വന്നത്. സിംഹത്തിന്റെ സൗണ്ട് ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ ചേട്ടാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അത് ഫിലിപ്സിന്റെ റേഡിയോ അല്ല. അത് അന്നത്തെ ഒരു ശൗര്യം കൊണ്ട് പറഞ്ഞു. ഇനി ശൗര്യം ഉണ്ടാവത്തില്ല എനിക്ക്. എന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിടും. ഇല്ല, ഇവിടെ തന്നെ നിന്ന് ജോലി ചെയ്യണം. ശമ്പളം കിട്ടില്ലേ? സിംഹത്തിന്റെ വായടപ്പിക്കാൻ പറ്റില്ല. ആട്ടെ, ഇപ്പൊ വരാനുള്ള കാരണം എന്താ? അത് മറ്റൊന്നുമല്ല. സിംഹത്തിന്റെ കൂട്ടിൽ വേണമെങ്കിൽ കിടന്ന് ഉറങ്ങാം, സിംഹത്തിന്റെ വാ വേണമെങ്കിൽ പൂട്ടാം. പക്ഷെ ഇവിടുന്ന് കൊണ്ട് ഒരു ചരക്കുണ്ടല്ലോ, അതിന്റെ കൂടെ ഒരു നിമിഷം പോലും എനിക്ക് നിൽക്കാൻ വയ്യ. എന്നെ രക്ഷിച്ചേ പറ്റൂ, തിരിച്ചെടുത്തേ പറ്റൂ. അയ്യോ, എന്നെ ആ സിംഹത്തിന്റെ കൂട്ടിക്കൂട്ട് അടക്കി. ഇങ്ങോട്ട് ഇല്ലില്ല, ഞാനിവിടുന്ന് പോവില്ല. എന്തായിരുന്നു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത്? എന്തൊക്കെയായിരുന്നു? മലപ്പുറം, കത്തി, മെഷീൻ ഗൺ. എന്തായി? ഞങ്ങൾ അനുഭവിക്കും. ഇപ്പൊ എന്തായാലും കല്യാണം കഴിച്ചതോടുകൂടി ആ കാര്യത്തിൽ തീരുമാനമായി. പവനായി, ശവമായി. അതെ, നമ്മുടെ എപ്പിസോഡ് തീരുന്ന സമയത്ത് ഒരു ചടങ്ങുണ്ടല്ലോ. തീർച്ചയായിട്ടും. എന്താണ് ജ്യോതി? ഒരു ക്ഷീണമൊക്കെ എപ്പിസോഡ് തീർന്നു എന്ന് പറഞ്ഞപ്പോ ഒരു ചെറിയ ക്ഷീണം. പോണെന്നില്ല. ജ്യോതി വരൂ. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം നമുക്കൊരു പാട്ട്, ഒരു ഉഗ്രൻ പാട്ട് പാടി തന്നു അല്ലേ? അതെ. അപ്പോ എന്തായാലും കഴിഞ്ഞ എപ്പിസോഡിൽ പാടിയതുകൊണ്ട് ഈ എപ്പിസോഡിൽ നമ്മൾ ഒരു പാട്ട് കൂടെ പാടാൻ പറയും. അല്ല, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വെറുതെ ഒരു പാട്ട് 4 വരി പാടാം എന്ന് പറഞ്ഞപ്പോ പാട്ട് കേട്ടപ്പോ നമ്മൾ ഞെട്ടിപ്പോയി. അത്ര അടിപൊളിയായിട്ടാണ് പാടിയത്. ഇനി പാട്ട് പാടിക്കാതെ വിട്ടു കഴിഞ്ഞാൽ പ്രേക്ഷകർ നമ്മളെ തല്ലും. അതാണ് പ്രശ്നം. നിലാമലരെ നിലാമലരെ പ്രഭാകിരണം വരാറായി, സുഗന്ധം മായല്ലേ, മരന്തം തീരല്ലേ, കെടാതിൻ നാളമേ നാളമേ പാടൂ നീ. നിലാമലരെ നിലാമലരെ പ്രഭാകിരണം വരാറായി. ഒരു കാര്യം അറിയോ? നമ്മുടെ ഈ ഗ്രാൻഡ് മാജിക്കൽ സർക്കസില് കൃഷ്ണപ്രഭ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ പാട്ട് പാടി അടിച്ചു പൊളിച്ചൊക്കെയാണ് പോയത്. അന്നും കൃഷ്ണപ്രഭയ്ക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ പാടിയിട്ടും ഞാൻ സിനിമയിലൊന്നും ഒരു അവസരം കിട്ടിയില്ല, ആവാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. ഇപ്പോ കൃഷ്ണയുടെ ഒരു ആൽബം സൂപ്പർ ഹിറ്റാ. സീരിയസ് ആയിട്ടും കൃഷ്ണ ഗംഭീരമായിട്ട് പാടി ഒരു ആൽബം സൂപ്പർ ഹിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിൽ വന്ന് പാടിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നടക്കണം. ഞാൻ ആലോചിക്കണം, അതല്ല ഇത്ര മനോഹരമായിട്ട് പാടുന്ന ഒരാള് എന്തുകൊണ്ട് ഇതുവരെ ഒരു പ്ലേ ബാക്ക് പാടില്ല? ഒരു കാര്യം പറയട്ടെ, ഞാൻ രതീഷ് വേഗയുടെ നൈബർ ആയിരുന്നു 2 വർഷം. വീട്ടിന്റെ സൈഡിൽ ഇരുന്നിട്ട് ഒരു പാട്ടൊക്കെ ഒന്ന് പാടി. അതാ ഞാൻ പറയാൻ വന്നത്. ചേട്ടന്റെ ഫ്ലാറ്റ് ഇപ്പറ, എന്റെ ഫ്ലാറ്റ് ഇപ്പറ. ഞാൻ എന്റെ ഡോറൊക്കെ തുറന്നു വെച്ചിട്ട് ഗംഭീരമായിട്ട് പാടും. ഈ മനുഷ്യന് ഒരു തവണ പോലും എന്നെ പാടിപ്പിക്കാൻ വേണ്ടി വിളിച്ചില്ല. എന്നിട്ട് ഒരു ഫംഗ്ഷന് ചെന്ന് കഴിഞ്ഞപ്പോ പറയാണേ, ആ ജ്യോതി അസലായിട്ട് പാടും. അന്ന് ഞാൻ കുറച്ചീത്തൊക്കെ പറഞ്ഞതാണ്. രതീഷ് ചേട്ടൻ കാണുന്നുണ്ടെങ്കിൽ അന്ന് എന്റെ കയ്യിൽ മെഷീൻ ഗൺ ഇല്ലാത്തത് രതീഷ് ചേട്ടന്റെ ഭാഗ്യം. എന്നെ കൊണ്ട് പാട്ട് പാടാൻ വിളിച്ചില്ല. സാരില്ല, പോട്ടെ. പക്ഷേ ഈ രതീഷ് വേഗ എന്ന് പറയുന്നത് പുള്ളി ഈ പിന്നെ സാധാരണ ദുർവാസാവിനെ പറ്റി ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രഗോപി എന്നൊക്കെയാ പറയുന്നത്. പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല, ഒരുപാട് നാളുകൊണ്ടേ പ്രസാദിക്കുള്ളൂ. അപ്പൊ എന്നെങ്കിലും പ്രസാദിക്കും. അതെ അതെ, തീർച്ചയായിട്ടും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉറപ്പാണെന്നൊക്കെ.
അപ്പൊ എന്തായാലും 2 ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയില്. തീർച്ചയായിട്ടും മൊത്തത്തിലൊന്ന് എക്സ്പീരിയൻസ് ഒന്ന് ചുരുക്കി പറയോ? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ ഒരു ഷോയില് ആദ്യമായിട്ടാണ് പോയി പങ്കെടുക്കുന്നത്. ഒരുപാട് അല്ലാതെ തന്നെ അമൃതയുടെ സൂപ്പർ സ്റ്റാർ ജൂനിയറിലൊക്കെ ഞാൻ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് ടാലൻ്റ് ഉള്ള ആൾക്കാർക്ക് ഒരു വേദിയാണിത്. ഇങ്ങനെയുള്ള ടാലൻറ്റ്സ് പുറത്തു വരണമെങ്കിൽ ഇങ്ങനൊരു വേദി തന്നെ വരണം. അതുപോലെ തന്നെ അവർക്കൊക്കെ ഒരുപാട് ഉയരത്തിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് ഞാൻ സത്യമായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചതിൽ അമൃത ടിവിയുടെ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ നന്ദി. പിന്നെ കലേഷ് ചേട്ടനും ശ്രുതയ്ക്കും എന്നെക്കുറിച്ച് ഒരുപാട് നന്നായി പറഞ്ഞിട്ടുണ്ട്. അതിന് സ്പെഷ്യൽ താങ്ക്സ്. ഇവരെ ഞാൻ പ്രത്യേകം കാണുന്നുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി എന്തായാലും ജ്യോതി ഡാൻസ് ചെയ്യാൻ പോവാണ്. ജ്യോതി മാത്രമല്ല, നമ്മൾ ഒരുമിച്ച് എല്ലാവരും ഡാൻസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇനി പാർട്ടി ടൈം ആണ്, വേറെ ഒന്നുമില്ല. ലാസ്റ്റ് നിങ്ങൾക്കറിയാം, സൺഡേ നൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പാർട്ടിയാണ്. പാർട്ടി It's party time! Thank you, Jyoti Krishna. Thank you all. Good night. Woo! Hold on, hey Jay. This is for VJ. யாஹூ யாஹூ பண்ணி பார்த்தும் இவளை போல எந்த கிரகத்திலும் இன்னொருத்தி கிடைக்கவில்லை. இவ டேட்டிங்காக டின்னர் போன ஸ்டார்டர் நான் தானே, ஷாப்பிங் போக குட்டி போன ட்ராலி நான் தானே, மூவி போன சோக சீனில் கர்ஷிப் நான் தானே. பார்க்கதான் இப்படி ஆளுதான் அப்படி. Meet my girlfriend, my hot and spicy girlfriend. Meet my boyfriend, my smart and sexy boyfriend. Meet my girlfriend, my hot and spicy girlfriend. പഴംകുട്ടി അടിക്കും ഞാന്. ഇച്ച് പുട്ടാണെങ്കി ഞമ്മള് പുട്ടും കുറ്റിയാണ്, ഇച്ച് ചില്ലാണെങ്കി ഞമ്മള് കുപ്പിച്ചില്ല. ആശ്ലേഷിച്ചു എന്ന് പറഞ്ഞില്ലേ പുള്ളിക്കാരൻ? വീട്ടിൽ വന്നപ്പോ 2 പല്ല കയ്യിലിരുന്നത്. പോപ്കോൺ ആയിരുന്നു. പോപ്കോൺ